ആന്റി, ദേ മേഘന. മേഘനയോ? അയ്യോ അതെ ആന്റി, മേഘനയെ ഞാനിപ്പോ കണ്ടേ ഉള്ളൂ. മേഘന എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്ന മഞ്ജരി? അരുണിമേശിയുടെ തലയ്ക്ക് സോലാത്തതുപോലെ നിന്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. ഏത് നേരവും മേഘന. അയ്യോ ചുമ്മാ പറഞ്ഞല്ല, ഞാൻ ശരിക്കും അവളെ കണ്ടു. ആന്റി എന്റെ കൂടെ വന്നേ, ഞാൻ അവളെ കാണിച്ചു തരാം. അമ്മേ, എവിടെയടി? ആന്റി ദേ അങ്ങോട്ടേക്കാ പോയേ. ചിക്കു, മോൻ വന്നേ, നമുക്ക് പോവാം. ചക്കി ബ്രോ, ബ്രോ ആരെയാ നോക്കി നിക്കുന്നേ? അമ്മയെ കാണാനില്ല ബ്രോ. അമ്മ എവിടെ പോയി? അമ്മേനെ നീ അപ്പൊ തന്നെ വിളിച്ചോണ്ട് വന്നല്ലേ? കൂടെ വന്നു, കാറിലെന്തോ മറന്നു വെച്ചെന്ന് പറഞ്ഞ അപ്പൊ തന്നെ പോവുകയും ചെയ്തു. 4 പേരെ ഒന്നിച്ചു കണ്ട മേഘ അപ്പ തന്നെ അവിടുന്ന് മുങ്ങും. എന്തിനാ മേഘ ഇങ്ങനെ ആൾക്കൂട്ടത്തെ കണ്ട് പേടിക്കുന്നത്? മേഘയുമായി ബന്ധമുള്ള ആരെങ്കിലും ഇവിടെ കണ്ടു കാണോ? അതിന്റെ വെപ്രാളായിരിക്കും അവൾക്ക്. വാ ബ്രോ, അമ്മ എവിടെ നോക്കാം. അതെ ചക്കി, അമ്മ വന്നോളും, നിങ്ങൾ ചെല്ല്. അതുകൊണ്ടല്ല അങ്കിൾ. പറഞ്ഞതനുസരിക്ക്, അമ്മ വന്നോളും, നടക്ക്. ഹായ് അങ്കിൾ. ഹാപ്പി ഫാദേഴ്സ് ഡേ അങ്കിൾ. Thank you. ഗുഡ് മോർണിംഗ് എവ്രിബഡി. ഈ സെലിബ്രേഷൻ എത്തിയിരിക്കുന്ന പേരൻസിനെയും അവരുടെ കുട്ടികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഫാദേഴ്സിനും വിഷ് യു എ വെരി ഹാപ്പി ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേ എന്നാൽ എന്താണ്? ഫാദേഴ്സും അവരുടെ കുട്ടികളും ഒന്നിച്ചുള്ളൊരു ആഘോഷം. അതുകൊണ്ട് തന്നെ ഇതൊരു മീറ്റിംഗ് ആയിട്ട് ഭാവിക്കാതെ ഒരു ഫൺ ഡേ ആയി മാറ്റിയെടുക്കാൻ എല്ലാവരും സഹകരിക്കണം. ഞങ്ങളിവിടെ ഫാദേഴ്സും അവരുടെ കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു പരിശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് അച്ഛനും മക്കളും ഇവിടെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കണം. ഏറ്റവും ആദ്യത്തെ ഗെയിമായി നിങ്ങൾ കളിക്കേണ്ടത് ട്രഷർ ഹണ്ട് എന്നൊരു ഗെയിമാണ്. ഈ സ്കൂളിന്റെ പരിസരത്ത് എവിടേക്കോ 2 ട്രഷേഴ്സ് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ചില ക്ലൂസ് തരുന്നുണ്ട്. അത് വെച്ച് ആ ട്രഷേഴ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാ ഫാദറും അവരുടെ കുട്ടിയും കൂടി ഒരു ടീമായി നിന്നുകൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ട് മുഴുവനും അന്വേഷിച്ച് ട്രഷർ കണ്ടെത്തേണ്ടതാണ്. Are you ready? Yes. ഓരോരുത്തരായി വന്ന് ഇവിടെയുള്ള ബൗളിൽ നിന്നും ഒരു ചീട്ട് എടുക്കണം. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള നിധിയുടെ ക്ലൂസ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛാ,
എങ്ങനെങ്കിലും ആ ട്രഷർ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നല്ലോണം വായിച്ച് ആ ഹിന്റ് മനസ്സിലാക്കിയെടുക്ക്. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഹിന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ വേറൊരു ഐഡിയ ഉണ്ട്. അതെന്താ ഐഡിയ? ഇങ്ങനെയുള്ള ട്രഷേഴ്സ് ഉറപ്പായിട്ടും ഏതെങ്കിലും സ്പെഷ്യൽ സ്ഥലത്തായിരിക്കും കൊണ്ടുപോയി വെച്ചിരിക്കുക. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഏത് പ്ലേസാ ഉള്ളത്? ഉണ്ടച്ചാ, വാ ഞാൻ കാണിച്ചു തരാം. ചിക്കു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന്? ട്രഷറൊക്കെ എപ്പോഴും ഏതെങ്കിലും സ്പെഷ്യൽ പ്ലേസിലായിരിക്കും ഒളിപ്പിക്കാറുണ്ടാകുക. അപ്പൊ ഉറപ്പായിട്ടും ട്രഷർ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും പപ്പ. നീ അത് കണ്ടോ ചക്കി? അവൻ ഭയങ്കര കണ്ണിങ്ങാ. നമ്മൾ സംസാരിക്കുന്ന കേട്ട് കാണും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അതേപടി അർജുനോട് പറയുന്നേ. എന്റെ ഫ്രണ്ട് ചിക്കു അങ്ങനെ ഒന്നും ചെയ്യില്ല. അച്ഛൻ വെറുതെ ചിക്കുവിനെ തെറ്റിദ്ധരിക്കുക. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അവൻ എങ്ങനെയാ പറയാ? നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആലോചിച്ചായിക്കൂടെ? ഈയിടെയായിട്ട് നീ അവനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ. എന്നെക്കാളും അവനാ ഇപ്പൊ നിനക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ഞാൻ പറയുന്നതിനേക്കാളും ഇപ്പൊ അവൻ പറയുന്നത് നിനക്ക് വിശ്വാസം, ശരിയല്ലേ? ഓ അച്ഛാ, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ വഴക്ക് പിന്നെ ആകാം. ആദ്യം നമുക്ക് ട്രഷർ എവിടെയാന്ന് കണ്ടുപിടിക്കാം. ഇവനെങ്ങനെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ചിന്തിക്കുന്നേ? ചക്കി, നിങ്ങളും ഇവിടെ തന്നെ എത്തിയല്ലേ? അച്ഛ ചിക്കുന്റെ അടുത്തേക്ക് പോവാം. വാച്ചാ, എന്റെ അച്ഛൻ പറഞ്ഞതേ ആ ട്രഷർ ഇവിടെ എവിടെയോ തന്നെ ഒളിപ്പിച്ചിരിക്കുന്നെന്നാ. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. എന്നാ പിന്നെ ശരി, തപ്പി നോക്കാം. അച്ഛാ, ആ ചീട്ടിൽ എഴുതിയേക്കുന്ന ക്ലൂ എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കച്ചാ. ചിക്കു, ഇങ്ങനെ പോയാൽ നമുക്ക് ട്രഷർ കിട്ടില്ല കേട്ടോ. ചീട്ടിൽ എഴുതിയിരിക്കുന്ന ക്ലൂ നോക്കി എങ്ങനെയെങ്കിലും നമ്മൾ ആ ട്രഷർ കൈക്കലാക്കും. ദശരഥ തനയന്റെ പാതാര ബന്ധങ്ങൾ പവിത്രമായതാണ്. ജാനകി ദേവിയുടെ ചരണങ്ങളിലെത്തിയാൽ മോക്ഷം കിട്ടും. ദശരഥന്റെ തനയൻ എന്നാൽ ശ്രീരാമൻ. രാമന്റെ പാദങ്ങൾ പവിത്രമെന്നാൽ ഈ രാമനെ ഇപ്പൊ എവിടെ പോയാണ് കണ്ടുപിടിക്കുക? പപ്പ, ഈ ജാനകി ദേവി എന്ന് പറഞ്ഞ സീതാദേവി തന്നെയല്ലേ? ആണല്ലോ. അപ്പൊ ഈ ചരണങ്ങൾ എന്ന് പറഞ്ഞ? ചരണങ്ങൾ എന്ന് പറഞ്ഞ പാദങ്ങൾ എന്ന് വെച്ചാ സീതാദേവിയുടെ പാദങ്ങളാണോ? അതെ മോനെ. ഇവനെന്തിനാ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്നേ? എന്റെ അതേ ഐഡിയ തന്നെ ഇവനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നേ. ആദ്യം അങ്കിള് തന്നെയല്ലേ തൊട്ടേ? അപ്പൊ അങ്കിള് തന്നെ എടുത്തോ? നീയും ഇത് എടുക്കാൻ വേണ്ടിയല്ലേ കഷ്ടപ്പെട്ട് ഓടിയെത്തിയത്. നീ തന്നെ എടുത്തു. വേണ്ട, അങ്കിള് തന്നെ എടുത്താ മതി. അത് വേണ്ട, നീ തന്നെ എടുത്താൽ മതി ചിക്കു. ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം വേണ്ട. ആരെങ്കിലും കളഞ്ഞത് സ്വീകരിച്ച് ഞങ്ങൾക്ക് ശീലമില്ല. അങ്ങനെയാണെങ്കിൽ കൊടുക്കാനാണെങ്കിലും കളയാനാണെങ്കിലും ഒക്കെ ഇവിടെ ഞാൻ തന്നെ മുമ്പില്. മറ്റൊരാൾ കളഞ്ഞതോ ദാനം ചെയ്തതോ സ്വീകരിക്കാൻ ഞാനൊരിക്കലും തയ്യാറല്ല. അയ്യോടാ, ഇതിപ്പോ എന്താ ചെയ്യാ? എന്തിനാ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങളെപ്പോലത്തെ വലിയ ആൾക്കാർ തമ്മിൽ വഴക്ക് കൂടുന്നേ? ഇതിപ്പോ ആരും കളഞ്ഞതുമല്ല, ദാനം ചെയ്തതും അല്ല. ആദ്യം ഇവിടേക്ക് വന്ന് തൊട്ടത് അങ്കിളല്ലേ? അതുകൊണ്ടാ ഞാനത് വേണ്ടെന്ന് വെച്ചേ. അതിനെന്താ? എന്താ അച്ഛത്? നമ്മള് തന്നെ പിൻ ചെയ്തെന്ന് ചിക്കു തന്നെ സമ്മതിച്ചു തന്നില്ലേ അച്ഛാ? എന്നിട്ടെന്തിനാ പിന്നെ ആലോചിച്ച് നിൽക്കുന്നേ? അത് എടുക്കച്ചാ. ശരിയാ, എടുത്തു അങ്കിൾ. ചക്കി, വാ നമുക്ക് പോവാം.
ഹലോ, അതെപ്പോഴായിരുന്നു? ചിഗു, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. നീ ആ സെക്കൻഡ് ട്രഷർ എവിടെയാണെന്ന് നോക്ക്. എന്നാ പോയിട്ട് വന്നോ പപ്പ? ആ, പറയൂ. നീ ഏത് നേരം ആ മേഘനെ കുറിച്ച് ചിന്തിച്ചോണ്ട് നടക്കുന്നോണ്ടാ നിനക്ക് എവിടെ നോക്കിയാലും അവളെ കാണുന്നത്. ഇതെന്റെ തോന്നലൊന്നുമില്ല, സത്യമാ. ഞാൻ അവളെ തന്നെ കണ്ടെന്നുള്ളത് ഉറപ്പാണ് ആന്റി. ഈ സ്കൂളിന്റെ മുറ്റത്തൂടെ അവൾ ഓടി മറിയായിരുന്നു. മേഘനയെ തന്നെ കണ്ടെന്ന് എനിക്ക് ഒരു സംശയവുമില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. ആന്റി, നമുക്കൊന്ന് അവിടെയും കൂടി നോക്കാം. എല്ലാവരും തിരക്ക് പിടിച്ച് ട്രഷർ ഹണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ ആർക്കും ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. ആഞ്ഞു പിടിച്ച പെട്ടെന്ന് കിട്ടും. ടീച്ചർ, ടീച്ചർ, ഫസ്റ്റ് ട്രഷർ എനിക്ക് കിട്ടി. വാവ്! ചീട്ടിൽ എഴുതിയിരുന്ന ചെറിയ ക്ലൂ ഉപയോഗിച്ച് ഞങ്ങളെ ഒളിപ്പിച്ച ട്രഷർ ഈ അച്ഛനും മകളും നിഷ്പ്രയാസം കണ്ടെത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ട്രഷർ കണ്ടുപിടിക്കാൻ പോകുന്നത് ആരാണെന്നും കൂടി നോക്കാം. ടീച്ചർ, രണ്ടാമത്തെ ട്രഷർ എനിക്ക് കിട്ടിയേ. സൂപ്പർ! ഓ, അവളെ പോലെ ഈ കാന്താരി മുളകൻ ട്രഷർ കണ്ടെത്തിയല്ലോ. ചിക്കു കാണാൻ ആള് ചെറുതാണെന്നേ ഉള്ളൂ അല്ലേ, പക്ഷെ അവന്റെ ബ്രെയിൻ 3 ഇരട്ടി വലുതാ. എന്നാലും ചിക്കു എന്താ തനിച്ച് വന്നിരിക്കുന്നത്? അർജുനില്ലല്ലോ. അതിനെപ്പറ്റി എനിക്കും അറിയില്ലോ അല്ലേ. അയാള് സ്കൂളിൽ കൊച്ചിന്റെ ഫംഗ്ഷൻ വന്നിട്ടും ബിസിനസിന്റെ തിരക്കിലാണെന്ന് തോന്നുന്നു. എനിഹൗ, നമ്മുടെ ചൈതന്യയുടെ ടീമും സമയോചിതമായി ബുദ്ധി ഉപയോഗിച്ച് ട്രഷർ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ ഇവരെ വിജയികളായി പ്രഖ്യാപിക്കുകയാണ്. ഇനി അടുത്ത ഗെയിം. ഇല്ലാത്ത മേഘനയെ തപ്പി നടന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ആന്റി, ഭാർഗവ പണിക്കര് പറഞ്ഞതൊക്കെ സത്യമാണോ എന്തോ? അരുണിമാന്റിയും അതൊക്കെ വിശ്വസിക്കുന്നത് എന്തിനായിരിക്കും? ഇപ്പൊ ഞാൻ മേഘനയെ കണ്ടത് സത്യമാണോ എന്തോ? മേഘനയോ അപകടത്തിൽ പെട്ടു എന്നുള്ളത് അതും വെറുതെ ആയിരിക്കുമോ? നീ ഇപ്പൊ മെന്റലായി എന്നുള്ളതും സത്യമാണോ എന്തോ? ആന്റി, നിന്റെ ആകെ ഉണ്ടായിരുന്ന ഇത്തിരി പോന്ന തലച്ചോറും പൂപ്പൽ പിടിച്ചോ എന്തോ? നിന്റെ പുറകെ ഇങ്ങനെ വട്ടത്തിയ പോലെ ഞാൻ നടക്കുന്നതും എനിക്ക് വട്ടായതുകൊണ്ടാണോ എന്തോ? ആന്റി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കൂട്ടി വായിക്ക്. ഞാൻ കണ്ടത് മേഘനയെ തന്നെയാ. മഞ്ജരി, ഒരു പക്ഷെ മേഘന ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നേരെ വീട്ടിലേക്കല്ലായിരുന്നോ വരിക? വന്നു കേറി ആദ്യം അവള് മിഥുന്റെ ഭാര്യ സ്ഥാനം കൈയടക്കിയനെ. ഒരു കാര്യമില്ലാതെ നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകാട്ടോ. അങ്ങനൊന്നും പറയില്ല ആന്റി. ഒന്നും മിണ്ടാതിരിക്കും പെണ്ണെ. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ചെന്ന് അത് ആസ്വദിക്കാനുള്ളേനി ഇങ്ങനെ ചത്തവരുടെ പുറകെ നടക്കുന്നത് എന്ത് കാര്യത്തിനാ? നീ എന്റെ കൂടെ വന്നേ, വാ. ആന്റി, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരുടെയും കൺമുന്നിലേക്ക് ചെല്ലരുത്. ചെറിയമ്മയ്ക്കും മഞ്ജരിക്കും ഇപ്പൊ തന്നെ എന്റെ കാര്യത്തിൽ സംശയമുണ്ട്. മഞ്ജരി, പിന്നെ എന്താ പറ്റിയത്? ആന്റി ഒരു മിനിറ്റ്. അവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടില്ലായിരുന്നോ? ആ ഭിത്തിക്ക് പുറകിൽ ആരോ ഉണ്ട്. അതാരായി നമുക്കെന്താ? നീ വന്നേ.
ഞാൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ ആന്റി, അല്ലെങ്കിൽ വന്നേ. മഞ്ജരി, നിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ബി പ്രാക്ടിക്കൽ. നീ വന്നേ മഞ്ജരി, പ്രോഗ്രാംസ് കാണാം, വാ. ഇതെന്തിനാ നന്ദൻ കുടുംബം മൊത്തം സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്? ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരിക്കോ? ആരുടെ കുട്ടിയായിരിക്കും ഇവിടെ പഠിക്കുന്നത്? ആ കുടുംബത്തിലെ ഏതൊരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. സോറി സാർ, ശ്രദ്ധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സാറേ ഒന്ന് നിന്ന്. സാർ, ഞാൻ സാറിന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കും അതുപോലെ നിങ്ങൾ എവിടെ വെച്ചോ കണ്ട പോലെ തോന്നുന്നുണ്ട്. നിങ്ങള് മിഥുന്റെ മൂന്നാറിലുള്ള ടീ എസ്റ്റേറ്റിന്റെ മാനേജർ അല്ലേ? അതെ സാർ. അതിന്റെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് എന്റേതാ. ഒരുപക്ഷെ അവിടേക്ക് വന്നപ്പോ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടാവും. ഓ, അത് നിങ്ങളുടെ എസ്റ്റേറ്റ് ആയിരുന്നോ? അതെ. ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നില്ലേ? അവിടെ നിന്ന് ഞാനിങ്ങ് പോന്നു. ഇപ്പം മിഥുൻ സാറിന്റെ ഓഫീസിലെ ജോലി ചെയ്യുന്നു. ഓ, അത് നന്നായി. അങ്ങനെയാണല്ലേ. എന്താ മാണിക്യം ഈ വഴിക്ക്? നിങ്ങളുടെ വീട്ടിൽ ഗർഭിണിയായിട്ടുള്ളൊരു പെൺകുട്ടി ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് വെച്ച് കണ്ടായിരുന്നു. സാറേ, നിങ്ങളുടെ ഓണർ എവിടെ? അവരൊക്കെ ഇപ്പൊ പോയതേ ഉള്ളൂ. മേഘേ, മേഘേ, മേഘേ. അന്ന് മേഘ ഇവരോടൊപ്പം അല്ലേ കുഞ്ഞിനെ എടുത്തോണ്ട് കാറിൽ കയറി പോയത്? എന്നാ ഞാനങ്ങോട്ട്. സാറേ, സാറേ ഒരു മിനിറ്റ്. എന്താ? തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. 5 വർഷത്തിന് മുൻപ് മേഘ എന്നൊരു പെൺകുട്ടി ഒരു കുഞ്ഞുമായിട്ട് നിങ്ങളുടെ ടീ എസ്റ്റേറ്റിൽ വന്നിരുന്നില്ലേ? ഞാനവരെ പലയിടത്തും അന്വേഷിച്ചു, ഒരിടത്തും കാണാൻ പറ്റിയില്ല. ഇപ്പോഴും അവൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ സാർ. അവർക്ക് സുഖമാണോ? അവള് നിങ്ങളുടെ ആരാണ്? ഞാൻ അവളുടെ ഏട്ടനാ സാർ. അവളെക്കുറിച്ച് വല്ലതും അറിയോ? അത് മേഘ തന്റെ പൂർവ്വകാല ചരിത്രങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ. അവളുടെ ഈ അജ്ഞാതവാസം എന്തിനാണെന്ന് അറിയാത്തിടത്തോളം അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ? ഒരിക്കലും ഞാൻ അവൾക്കൊരു പ്രശ്നമായി മാറരുത്. എന്തായാലും മേഘയെ അറിയാതെ മേഘയുടെ രഹസ്യങ്ങൾ ഞാൻ മറ്റാരോടും പറയില്ല. സാറേ, പറയണം സാറേ. ഇപ്പൊ മേഘ എവിടെയാ ഉള്ളത്? അറിയില്ല, എനിക്കറിയില്ല. അതെന്താ സാറേ? നിങ്ങളെന്ന് എസ്റ്റേറ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോ അവളും കുഞ്ഞും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളോടൊപ്പം വന്നെന്നുള്ളത് സത്യം. പക്ഷേ പിന്നീട് അവള് എങ്ങോട്ടേക്കോ പോവുകയാണ് ചെയ്തത്. എവിടേക്കാണെന്ന് ഞാനും ചോദിച്ചില്ല. അതിനെക്കുറിച്ചൊന്നും പറയാനും അവള് തയ്യാറായിരുന്നില്ല. നിങ്ങളടുത്തായിരിക്കുമെന്ന് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പോട്ടെ, വിട്ടേക്ക്. ഇനി എവിടെ വെച്ചാലും അവളെ കാണുവാണെങ്കിൽ ഈ ഏട്ടൻ അവളെ അന്വേഷിച്ചു എന്ന് പറയണം. എനിക്ക് അവളെ ഒന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. മേഘയ്ക്ക് സ്വന്തമായ ഒന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ. ഹലോ, അതെപ്പോഴായിരുന്നു? ശരി, കുഴപ്പമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം. മേഘ എവിടെ പോയതായിരിക്കും? എനിക്കിപ്പോൾ ഓഫീസിലേക്ക് പോയേ തീരൂ. അവളെ ഒന്ന് വിവരം അറിയിച്ചിട്ട് പോവാന്ന് വെച്ചാൽ എവിടെയാണെന്നൊരു പിടിയില്ലല്ലോ.
ആ